ഈ സമസ്തയും സമാനമായി തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിക്കുകയാണ്. ഉമർ ഫൈസൽ ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ആര് UDF-ന് വോട്ട് തരാമെന്ന് പറഞ്ഞാലും അത് വേണ്ടെന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആരുമായിട്ടും അത്തരത്തിൽ UDF-ന്റെ പുറത്ത് മുന്നണിക്കകത്തേക്ക് ആരെയും കൂട്ടിയിട്ടില്ല. വോട്ട് വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുണ്ട്. അത്തരം വാഗ്ദാനങ്ങൾ കൊടുത്തു അസോസിയേറ്റ് അംഗത്വം കൊടുക്കാം. മുന്നണിയുടെ ഭാഗമായിട്ട് വെൽഫെയർ പാർട്ടി മുന്നണിയുടെ ഭാഗമല്ല, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. അതേ പറഞ്ഞു, ഒരു വോട്ടും നഷ്ടപ്പെടില്ല. UDF-ന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും. UDF-ന് ഇത് LDF-ഉമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മത്സരമാണ്. സർക്കാരിന്റെ ഭരണ നയങ്ങൾ ജനങ്ങൾക്കെതിരാണ്. ആ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയാണ്. ആ വിധിയെടുത്തിൽ കൂടുതൽ ശക്തി ആരുടെ ഭാഗത്തുനിന്ന് സമാഹരിക്കാൻ ഞങ്ങൾക്ക് വാഗ്ദാനം ലഭിക്കുന്നു, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിന്റെ പേരിൽ ഒരു പിന്തുണയും നഷ്ടപ്പെടില്ല, വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. സ്കൂൾ അതിലെ സർക്കാർ ഒന്നും കൂടി എല്ലാവരുമായിട്ട് ആലോചിക്കണമായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ. കാരണം വളരെ നാളായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായത്തെ, ഒരു സംവിധാനത്തെ പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു ആലോചന വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തേക്ക് സർക്കാർ. അതൊക്കെ ന്യായമൊന്നും ശരിയല്ല. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയാൽ സർക്കാർ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ സുപ്രീംകോടതി വരെ പോകുന്നുണ്ട്. കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി സർക്കാരിന്റെ പണം ചെലവഴിച്ച് സുപ്രീംകോടതിയിൽ പോകാം, സുപ്രീംകോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവരാം. ഏതെങ്കിലും അങ്ങനെ ഒരു മാറ്റർ ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാമല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് സംസാരിക്കാം, വിവിധ അധ്യാപക സംഘടനകളുമായിട്ട് സംസാരിക്കാം, വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിക്കാം, മാനേജ്മെന്റ് സംഘടനകളുമായിട്ട് സംസാരിക്കാം. അതിന് ന്യായീകരണം അത് ശരിയല്ല. എഴുത്തുകാരിൽ നന്നായി ചിന്തിക്കുന്ന നിരവധി പേര് ജനാധിപത്യ ശക്തികളുടെ ഭാഗത്താണ്, മതേതര ശക്തികളുടെ ഭാഗത്താണ്, UDF-ന്റെ കൂടെയാണ്, കോൺഗ്രസിന്റെ കൂടെയാണ്.